അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ തൗഫീഖോടുകൂടി പരിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്തു ഫുസ്സിലത്തിലെ 1 മുതൽ 24 വരെയുള്ള വചനങ്ങൾ, അവയുടെ അർത്ഥവും ആശയവും സഹിതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കി. അൽഹംദുലില്ലാ. സത്യനിഷേധികളായ ആളുകൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അവരുടെ തെറ്റായ വിശ്വാസം കാരണത്താൽ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അവരുടെ തെറ്റായ ധാരണ കാരണത്താൽ നരകാവകാശികളായി തീർന്നതിനെ സംബന്ധിച്ചും ആ നരകത്തിൽ അവർ നിത്യവാസികളായിരിക്കുമെന്നും അവർ ക്ഷമിച്ചാലും ക്ഷമകേട് കാണിച്ചാലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവുകയില്ലെന്നുമാണ് 24-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇപ്രകാരം ദുനിയാവിൽ സത്യത്തെ നിഷേധിക്കുകയും അതിനെ കളവാക്കുകയും സത്യം മനസ്സിലാക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും അതിനെ ഉപയോഗപ്പെടുത്താതിരിക്കുകയും സത്യത്തോട് പരിപൂർണമായ അവഗണന കാണിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വഴികേടിനുള്ള എളുപ്പവഴികൾ സജ്ജീകരിച്ചു കൊടുക്കും. ഈ കാര്യമാണ് 25-ാമത്തെ ആയത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത് എന്ന് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقيضنا لهم قرناء فزينوا لهم ما بين أيديهم وما خلفهم وحق عليهم القول في قد خلت من قبلهم من الجن والإنس قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين. وقيضنا لهم. ഖയ്യദ എന്ന് പറഞ്ഞാൽ ഏർപ്പാടാക്കി കൊടുക്കുക, സംവിധാനിച്ചു കൊടുക്കുക, കീഴ്പ്പെടുത്തി കൊടുക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഖയ്യദ യുഖയ്യിദു തഖയീദൻ, ഏർപ്പാടാക്കി കൊടുക്കൽ, തയ്യാറാക്കി കൊടുക്കൽ, കീഴ്പ്പെടുത്തി കൊടുക്കൽ. വഖയ്യദ്നാ ലഹും, അവർക്ക് നാം കീഴ്പ്പെടുത്തി കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചു കൊടുത്തു. ആരെ? ഖുറനാ. ഖരീനിൻ്റെ ജംആണ് ഖുറനാ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ. ചില സുഹൃത്തുക്കളെ നൽകി, ചില കൂട്ടുകാരെ നൽകി, മനുഷ്യരിൽപ്പെട്ട അതേപോലെ തന്നെ ജിന്നുകളിലും പെട്ട. ഫസയ്യനൂ ലഹും, സയ്യന യുസയ്യിനു തസ്യീന. ഫസയ്യനൂ ലഹും, ആ കൂട്ടുകാർ അവർക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുത്തു, അലങ്കാരമാക്കി സീനത്താക്കി തോന്നിപ്പിച്ചു കൊടുത്തു. സയ്യന എന്ന് പറഞ്ഞാൽ സീനത്തുള്ളതായി, അലങ്കാരമുള്ളതായി തോന്നിപ്പിക്കുക. സയ്യന യുസയ്യിനു തസ്യീന. ഫസയ്യനൂ ലഹും, അങ്ങനെ ആ കൂട്ടുകാർ അവർക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുത്തു. എന്തിനെ? മാ ബൈന ഐദീഹിം, അവരുടെ മുന്നിലുള്ളതിനെയും, വമാ ഖൽഫഹും, അവരുടെ പിറകിലുള്ളതിനെയും. മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതിനെയും, ഖൽഫ് എന്ന് പറഞ്ഞാൽ പിറക്, വമാ ഖൽഫഹും, അവരുടെ പിറകിലുള്ളതിനെയും അവർക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുത്തു. അങ്ങനെ വഹഖ അലൈഹിം, അവരുടെ മേൽ സത്യമായി പുലർന്നു. ഹഖ യഹിഖു ഹഖൻ ഔ ഹുഖൂഖ, സത്യമായി പുലരുക, യാഥാർത്ഥ്യമായി പുലരുക. വഹഖ അലൈഹിം, അവരുടെ മേൽ സത്യമായി പുലർന്നു. അൽ ഖൗലു, വാക്ക് അഥവാ ശിക്ഷയുടെ വാക്ക്. ഫീ ഉമമിൻ, ഉമമുൻ എന്ന് പറഞ്ഞാൽ ഉമ്മത്തിൻ്റെ ജംആണ് ഉമം. സമുദായങ്ങളിൽ, മറ്റു സമുദായങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഇവരുടെ മേലും സത്യം യാഥാർത്ഥ്യമായി പുലർന്നു. ആരാണ് ഈ ഉമമുകൾ, ഈ സമുദായങ്ങൾ? ഖദ് ഖലത്ത്, അവർ കഴിഞ്ഞുപോയി. ഖല യഖ്ലു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോവുക. ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പ് കഴിഞ്ഞുപോയി. മിനൽ ജിന്നി വൽ ഇൻസി, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും. ഇന്നഹും, തീർച്ചയായും അവർ,
കാനു ആയിരുന്നു ഖാസിരീൻ നഷ്ടക്കാർ. ഖസിറ എന്ന് പറഞ്ഞാൽ നഷ്ടം സംഭവിക്കുക. യഖ്സറു ഔ യഖ്സുറു ഖുസ്റാന നഷ്ടം സംഭവിക്കൽ. ഇന്നഹും കാനു ഖാസിരീൻ അവർ നഷ്ടം സംഭവിച്ചവരിൽ ഉൾപ്പെട്ടുപോയി. ഇതാണ് 25-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്ന ചില ആശയങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്, സത്യത്തെ നിരാകരിക്കുകയും തോന്നിവാസികളായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർക്കതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടേതായ സംവിധാനങ്ങളും ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖദറാക്കിയിട്ടുണ്ട്, സംവിധാനിച്ചിട്ടുണ്ട്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഖദറാക്കിയത് തന്നെയാണ്. അതുകൊണ്ടാണ് ഫഅമ്മാമൻ അഅതാ വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റ. ഏറ്റവും നല്ലതായതിനെ സത്യപ്പെടുത്തുകയും ദാനധർമ്മം നൽകുകയും സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും നന്മ നിറഞ്ഞതിലേക്ക് നാം വഴി നടത്തുന്നതാണ്. എന്നാൽ വഅമ്മാ മൻ ബഖില വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ. എന്നാൽ സത്യനിഷേധം കാണിക്കുകയും പിശുക്ക് കാണിക്കുകയും സ്വയം ധന്യത നടിക്കുകയും ചെയ്തവരാരോ അവർക്ക് പ്രയാസമുള്ളതിലേക്ക് നാം വഴി നടത്തുന്നതാണ്. അപ്പോൾ സത്യവിശ്വാസികൾക്ക് എളുപ്പമുള്ളതിലേക്കും സത്യനിഷേധികൾക്ക് പ്രയാസമുള്ളതിലേക്കും വഴി നടത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. രണ്ടിനുമുള്ള സംവിധാനങ്ങൾ അവൻ ഈ ഭൂമിയിൽ ഖദറാക്കിയിട്ടുണ്ട്, സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റായ നിലക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, സത്യനിഷേധം കാണിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തത്തുല്യരായ കൂട്ടുകാർ, തിന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മയെ നല്ലതാക്കി തോന്നിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടുകാരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏർപ്പാടാക്കി കൊടുക്കും. ആ കൂട്ടുകാർ മനുഷ്യരിലും ജിന്നുകളിലും പെട്ടവരാണ്. ഏതുപോലെ സൂറത്തു സുഖ്റുഫിലെ 36-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാൻ, പരമകാരുണ്യകനായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഓർമ്മയെ തൊട്ട്, സ്മരണയെ തൊട്ട് അവഗണിച്ച് ജീവിക്കുന്നവരാരോ, നുഖയ്യിദ് ലഹു ശൈത്താനൻ, ഒരു പിശാചിനെ നാം അവന് കൂട്ടാളിയായി നൽകും, ഏർപ്പാടാക്കി കൊടുക്കും. ഫഹുവ ലഹു ഖരീൻ, അവൻ ഇവൻ്റെ കൂട്ടുകാരനായിരിക്കും എപ്പോഴും. വ ഇന്നഹും, തീർച്ചയായും അവർ, ഈ മോശക്കാരായ കൂട്ടുകാർ, ലയസുദ്ദൂനഹും അനിസ് സബീലി, ശരിയായ വഴിയിൽ നിന്ന് അവരെ തടയും. വയഹ്സബൂന, അവർ വിചാരിക്കും, അന്നഹും മുഹ്തദുൻ, അവരാണ് ശരിയായ വഴിയിൽ എന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്മരണയെ തൊട്ട് അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് മോശം കൂട്ടുകാർ, അത് ഈ ഭൂമിയിൽ സംവിധാനിച്ചത് അള്ളാഹുവാണ്. അത്തരം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൂട്ടുകാരായി നൽകും. ഈ കൂട്ടുകാർ ദുർമാർഗത്തെ സന്മാർഗമാക്കി തോന്നിപ്പിച്ചു കൊടുക്കും, തിന്മയെ നന്മയാക്കി തോന്നിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ജനങ്ങളെ വഴിതെറ്റിക്കും. ഇത് സൂറത്തു സുഖ്റുഫിലും നമുക്ക് കാണാം. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ സൂറത്തു ഫുസ്സിലത്തിൽ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. വഖയ്യദ്നാ ലഹും, നാം അവർക്ക് ഏർപ്പാടാക്കി കൊടുക്കും, കൂട്ടുകാരായി നൽകും. ഖുറനാ, ചില കൂട്ടുകാരെ. അവർ ജിന്നുകളിലും ഇൻസുകളിലും പെട്ടവരാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് സൂറത്തു നാസിൽ പറഞ്ഞതുപോലെ, മനുഷ്യ ഹൃദയങ്ങളിൽ വസ്വാസുണ്ടാക്കി അവരെ തെറ്റിച്ചു കളയുന്ന മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചിക്കൾ. ഇങ്ങനെ ഈ കൂട്ടുകാർ, ഈ ഖരീനുകൾ അവരെന്ത് ചെയ്യും? ഫസയ്യനൂ ലഹും, ഇവർക്ക് അലങ്കാരമാക്കി, സീനത്താക്കി തോന്നിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, നാം നല്ലത് വിശ്വസിക്കുകയും നന്മയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ആത്മാർത്ഥമായി നാം അതിന് ആഗ്രഹിക്കുകയും ചെയ്യണം. എങ്കിൽ അതിനനുസരിച്ചുള്ള നല്ല കൂട്ടുകാരെ, സ്വാലിഹീങ്ങളുടെ സുഹബത്ത്, സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ ജീവിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രദാനം ചെയ്യും. അതല്ല, നമ്മൾ തിന്മയിലേക്ക് ചായ്വ് കാണിക്കുന്നവരും തിന്മയെ സ്നേഹിക്കുന്നവരുമാണെങ്കിൽ അത്തരത്തിലുള്ള കൂട്ടുകാരായിരിക്കും നമുക്കുണ്ടാവുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മർഉ ഫീ ദീനി ഖലീലി, ഏതൊരു വ്യക്തിയും തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, നിങ്ങൾ ആരെയാണ് കൂട്ടുകാരനായി സ്വീകരിക്കുന്നത്
എന്ന് പരിശോധിക്കണമെന്നാണ്. അതുകൊണ്ട് ഓരോ വ്യക്തിയും തനിക്ക് ആരാണോ കൂട്ടായിട്ടുള്ളത് അവൻ്റെ ആദർശവും സ്വഭാവവുമൊക്കെ അതിനെ സ്വീകരിക്കുന്ന, അതിനെ അനുകരിക്കുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യനുള്ളത്. അപ്പോൾ നല്ല കൂട്ടുകാരാണെങ്കിൽ അവരുടെ നന്മയായിരിക്കും അയാൾ അനുകരിക്കുക, ചീത്ത കൂട്ടുകാരനാണെങ്കിൽ ചീത്ത കാര്യങ്ങളായിരിക്കും അനുകരിക്കുക. അതുകൊണ്ട് എപ്പോഴും കൂട്ടുകൂടുന്നത് ശ്രദ്ധിക്കണം. സ്വാലിഹീങ്ങളായ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, ഹറാമും ഹലാലും പരിഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന, നന്മയിലേക്ക് മുന്നേറാൻ വേണ്ടി പരിശ്രമിക്കുന്ന, തിന്മയിൽ നിന്ന് ബഹുദൂരം വിട്ടു നിൽക്കുന്ന നല്ല കൂട്ടുകാരെയായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. അത്തരത്തിലുള്ള ഇണകളെയായിരിക്കണം ജീവിത പങ്കാളികളായി സ്വീകരിക്കുകയും ചെയ്യേണ്ടത് എന്ന പാഠം ഈ ആയത്ത് നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ ചീത്ത കൂട്ടുകാരെയാണ് നാം തിരഞ്ഞെടുക്കുന്നതെങ്കിലുള്ള ദോഷം എന്താണ്? ഒരു ചീത്ത കൂട്ടുകെട്ട് ഉണ്ട് എന്നത് മാത്രമല്ല, പിന്നെയോ ഫസയ്യനൂ ലഹും മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതും അവരുടെ പിറകിലുള്ളതും അവർ ഇവർക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കും എന്നാണ്. ഇബ്നു ജരീർ ത്വബരി റഹിമഹുല്ലാ ഈ ഒരു ഭാഗത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തി, അനി സുദ്ദിയി റളിയല്ലാഹു അൻ ഫസയ്യനൂ ലഹും മാ ബൈന ഐദീഹിം, അവരുടെ മുന്നിലുള്ളത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൻ അംരി ദുനിയ, ദുനിയാവിൻ്റെ കാര്യങ്ങൾ, വമാ ഖൽഫഹും അവരുടെ പിറകിലുള്ളത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മിൻ അംരിൽ ആഖിറ, പരലോകത്തിൻ്റെ കാര്യവുമാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ കാര്യം അവർക്ക് അലങ്കാരമാക്കി തോന്നിപ്പിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തോളൂ, ഇങ്ങനെ ചെയ്തോളൂ, അത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹറാമായ രൂപത്തിൽ പ്രവർത്തിക്കുവാനും സമ്പാദിക്കുവാനും ഒക്കെ പ്രേരണ നൽകും. ആഖിറത്തിൻ്റെ കാര്യത്തിലും ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കും. എങ്ങനെയാണത്? ചിലരെ ആഖിറമില്ല എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട്, പരലോകം തന്നെ ഇല്ല, അങ്ങനെ ഒരു ലോകം വരാനില്ല, അതിന് യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരലോകമില്ല എന്ന് തോന്നിപ്പിക്കലാണത്. അല്ലെങ്കിൽ പരലോകമുണ്ടെങ്കിലും നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരും എന്ന് തോന്നിപ്പിക്കലാണ്. യഹൂദന്മാർ പറഞ്ഞതുപോലെ വയഖൂലൂന സയുഗ്ഫറു ലന, ഞങ്ങളുടെ പാപങ്ങളൊക്കെ അല്ലാഹു ഞങ്ങൾക്കങ്ങ് പുറത്തു തരും. അങ്ങനെ തെറ്റായ ചിന്ത നൽകിക്കൊണ്ട്, അപ്പോൾ ഹറാമ് ചെയ്യുക, അതേ സമയത്ത് എനിക്ക് പുറത്തു കിട്ടുമെന്ന ചിന്തയും ഉണ്ടാക്കുക. ഇത് യഥാർത്ഥത്തിൽ പിശാചിൽ നിന്നാണ്. ശ്രദ്ധിക്കുക. സൽക്കർമ്മം ചെയ്തുകൊണ്ട് അല്ലാഹു പുറത്തു തരുമെന്ന് വിശ്വസിക്കണം. എന്നാൽ പാപങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹു എനിക്ക് പുറത്തു തരും എന്ന് തോന്നിപ്പിക്കുന്നത് പിശാചിൻ്റെ ഭംഗിയാക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും, ശരിയാണ്. പക്ഷേ പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും വിശ്വാസവും കർമ്മങ്ങളും നന്നാക്കി തീർക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നത്. എന്നാൽ അല്ലാഹു ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നവരെ ശിക്ഷിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കെ പശ്ചാത്താപ മനസ്സില്ലാതെ, പശ്ചാത്തപിക്കാതെ അല്ലാഹു എനിക്കങ്ങ് പുറത്തു തരും എന്ന് ചിന്തിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ശൈത്താനാണ് എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ വേറെ ചിലരെ പിശാച് പരലോകത്തിൻ്റെ കാര്യം ഭംഗിയാക്കി തോന്നിപ്പിക്കുന്നത് നിങ്ങൾ അല്ലാഹുവിലേക്ക് പ്രിയപ്പെട്ടവരാണ് എന്ന് തോന്നിപ്പിച്ചുകൊണ്ടാണ്. വഖാലൂ ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമൻ മഅദൂദ, ഞങ്ങളിനി അഥവാ നരകത്തിൽ കിടന്നാൽ തന്നെ വളരെ കുറച്ച് ദിവസമേ നരകത്തിൽ കിടക്കേണ്ടി വരുള്ളൂ എന്ന് യഹൂദന്മാർ പറഞ്ഞിരുന്നു എന്നാണ്. വഖാലത്തിൽ യഹൂദു വൻ നസാറ നഹ്നു അബ്നാഉല്ലാഹി വഹിബ്ബാഉ, ഞങ്ങൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരും അവന് പ്രിയപ്പെട്ടവരുമാണ് എന്ന് യഹൂദ ക്രൈസ്തവർ പറഞ്ഞിരുന്നു. ഇങ്ങനെ പരലോകത്ത് തങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള തെറ്റായ വിശ്വാസം. അതേപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ വിചാരിക്കുന്നത് ഏതെങ്കിലും ചില ഔലിയാക്കന്മാരുടെ മുരീദുകളായാൽ ആ ഔലിയാക്കന്മാർ ഇവരെ രക്ഷപ്പെടുത്തുമെന്നാണ്. എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ എന്നൊക്കെ ഇവർ പാടുന്നതും പ്രചരിപ്പിക്കുന്നതും ഇത്തരം തെറ്റായ ചിന്ത ആളുകളുടെ മനസ്സിലിട്ട് കൊടുക്കാനാണ്. അങ്ങനെ വല്ലവരുടെയും മുരീദായി കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനം വെച്ച് സ്വർഗത്തിൽ പോകാൻ കഴിയും. അല്ലെങ്കിൽ അമ്പിയാക്കളും ഔലിയാക്കളും മഹാത്മാക്കളും ശുപാർശയിലൂടെ ഖിയാമത്ത് നാളിൽ തങ്ങളെ രക്ഷപ്പെടുത്തി കളയും. ഇങ്ങനെ പരലോകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യാമോഹങ്ങളും തെറ്റായ ചിന്തകളും, പരലോകമില്ല എന്ന് വിശ്വസിക്കുന്നതടക്കമുള്ള ചിന്താഗതികൾ പിശാചിൽ നിന്നാണ്. അതാണ് അവരുടെ പിറകിലുള്ളതിനെ ഭംഗിയാക്കി തോന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർ നാളെ ഖിയാമത്ത് നാളിലും അവർക്ക് നല്ലൊരവസ്ഥയായിരിക്കുമെന്ന് തോന്നിപ്പിക്കുക, എന്നിട്ട് തിന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക. അതേപോലെ തന്നെ അവരുടെ മുന്നിലുള്ളത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവാണ്. ദുനിയാവിലെ മുഴുവൻ കാര്യങ്ങളും പ്രവർത്തനങ്ങളും അവർക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കുക. അതേ സന്ദർഭത്തിൽ മറ്റു ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും അവർക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കുക. ചെയ്ത കാര്യങ്ങൾ, അതാണ് വമാ ഖൽഫഹും,
അവരുടെ പിറകിൽ അവർ വിട്ടേച്ചു പോയ കർമ്മങ്ങൾ, അതിലും അവർക്ക് കുറ്റബോധം തോന്നാതിരിക്കുക. ഞങ്ങൾ നേരത്തെ ചെയ്തതും ശരി തന്നെയാണ്, ഇപ്പോൾ ചെയ്യുന്നതും ശരി തന്നെയാണ്, ഇനി ചെയ്യാൻ പോകുന്നതും ശരി തന്നെയാണ്. ഇങ്ങനെ തങ്ങൾക്കൊരിക്കലും തെറ്റുപറ്റുകയില്ല എന്ന് തോന്നിപ്പിക്കുക. അതും വളരെ നല്ല ഒരു തഫ്സീർ തന്നെയാണ്. ഇപ്രകാരം മനുഷ്യൻ്റെ കർമ്മങ്ങളെ, അത് കഴിഞ്ഞു പോയതാകട്ടെ, വരാനിരിക്കുന്നതാകട്ടെ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാകട്ടെ, ഈ ലോകത്തിൻ്റെ വിഷയത്തിലാകട്ടെ, മരണാനന്തര ജീവിതത്തിൻ്റെ വിഷയത്തിലാകട്ടെ, ജനങ്ങൾക്ക് വ്യാമോഹം നൽകുകയും തെറ്റായ തോന്നലുകൾ ഉണ്ടാക്കുകയും തിന്മയെ നന്മയാക്കി തോന്നിപ്പിക്കുകയും ചെയ്യുന്ന പണി മനുഷ്യരിലും ജിന്നുകളിലും പെട്ട കൂട്ടുകാർ എടുക്കും. അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ, ദുനിയാവിൽ വെച്ച് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നല്ല ആളുകളെ തിരഞ്ഞെടുക്കണം. അമ്പിയാക്കളുടെ പോലും പ്രാർത്ഥന അതാണ്, തവഫനി മുസ്ലിമൻ വ അൽഹഖ്നി ബിസ്വാലിഹീൻ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത് മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്നാണ്. അങ്ങനെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എന്ത് വേണം? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കണം. വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസ്ന ഉലൈക റഫീഖ. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ അവർ സിദ്ദീഖീങ്ങളുടെ, അമ്പിയാക്കളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ കൂടെയായിരിക്കും. വഹസ്ന ഉലൈക റഫീഖ, അവർ എത്ര നല്ല കൂട്ടുകാർ എന്നാണ്. അപ്പോൾ ഏറ്റവും നല്ല കൂട്ടുകാർ അവരാണ്. അതുകൊണ്ട് അമ്പിയാക്കളുടെ മാർഗം സ്വീകരിക്കുക, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാത്തവരുടെ വഴി ഒരിക്കലും നാം തിരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് ഈ ആയത്ത് വളരെ ശക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ അവർ തിന്മയുടെ വക്താക്കളുടെ, വഴിപേച്ചുപോയ ജിന്നുകളുടെയും മനുഷ്യരുടെയും വഴി സ്വീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വഹഖ അലൈഹിമുൽ ഖൗൽ, അവരുടെ മേൽ അള്ളാഹുവിൽ നിന്നുള്ള കൗല് സ്ഥിരപ്പെട്ടു. എന്താണ് അള്ളാഹുവിൽ നിന്നുള്ള കൗല്? അവിശ്വാസം ആരാണോ കാണിക്കുന്നത്, സത്യനിഷേധന്മാരാണോ പ്രകടിപ്പിക്കുന്നത്, അവർക്ക് നരകശിക്ഷയുണ്ടാകും, അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. ഈ ദുനിയാവിൽ അവർക്ക് ശിക്ഷയുണ്ടാകും, മോശം കൂട്ടുകാർ അവർക്കുണ്ടാകും, തെറ്റായ വഴികൾ അവർക്ക് എളുപ്പമാക്കപ്പെടും. തുടങ്ങിയ എന്തെല്ലാം കൗലുകൾ അള്ളാഹുവിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ ആ കൗലുകളെല്ലാം ഇവരുടെ കാര്യത്തിൽ സ്ഥിരപ്പെടും. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോന്നും ഖദറാക്കിയിട്ടുണ്ട്. ഇന്ന പണിയെടുത്താൽ അവന് ഇന്ന ദോഷഫലം, ഇന്ന കർമ്മങ്ങൾ ചെയ്താൽ അവന് ഇന്ന നല്ലതായ ഫലം. ഇത് അള്ളാഹു ഖദറാക്കിയതാണ്. ഇതിൽ ഏതാണോ തിരഞ്ഞെടുക്കുന്നത്, ഏത് ഖദറിനെയാണോ തിരഞ്ഞെടുക്കുന്നത്, ആ ഖദറിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന് മദ്യം കഴിച്ചാൽ അതിന് ഇന്ന ദോഷഫലമുണ്ട് എന്നത് അള്ളാഹു ഖദറാക്കിയതാണ്. മദ്യം ഉപേക്ഷിച്ചാലോ മദ്യം കഴിക്കാതിരുന്നാലോ അതിന് ഇന്ന ഖൈറുകൾ ഉണ്ടാകും എന്നതും അള്ളാഹു ഖദറാക്കിയതാണ്. എന്നാൽ ഈ രണ്ട് ഖദറിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. അപ്പോൾ മദ്യപിച്ചുകൊണ്ട് അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുന്ന ഖദറാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ആ കാര്യങ്ങളുണ്ടാകും. എന്നാൽ മദ്യപാനം ഒഴിവാക്കി, വ്യഭിചാരം ഒഴിവാക്കി, മറ്റു തിന്മകൾ ഒഴിവാക്കി അതിൻ്റെ സൽഫലങ്ങൾ ഉണ്ടാവാനാണോ, ആ വഴിയാണോ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അതിൻ്റെ ഖൈറാത്തുകളും ഉണ്ടാകും. എന്നാൽ രണ്ടും ഖദറാക്കിയത് ആര് തന്നെ? അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെയാണ്. എന്നാൽ ഇതിൽ നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അറിവും അതിനുള്ള കഴിവും അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകി. എന്നാൽ അവൻ തിരഞ്ഞെടുക്കുന്ന വഴിക്കനുസരിച്ച് അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ വാക്കുകൾ സ്ഥിരപ്പെടും. അപ്പോൾ ഇവിടെ ഇവർ സത്യനിഷേധം തിരഞ്ഞെടുത്തതിനാൽ ഒരു സത്യനിഷേധിക്ക് ഇഹത്തിലും പരത്തിലും എന്തെല്ലാം തിന്മകൾ ഉണ്ടാകുമെന്ന് അള്ളാഹു ഖദറാക്കിയിട്ടുണ്ടോ അതെല്ലാം അവരുടെ മേൽ സത്യമായി പുലരുന്നതാണ്. വഹഖ അലൈഹിമുൽ ഖൗലു, അങ്ങനെ അവരുടെ മേൽ കൗല് അഥവാ ശിക്ഷയുടെ കൗല് സ്ഥിരപ്പെട്ടു. അങ്ങനെ അവർ ആരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു? ഫീ ഉമമിൻ, ചില സമുദായങ്ങളുടെ കൂട്ടത്തിൽ അവർ ഉൾപ്പെട്ടു. ആരാണ് ആ സമുദായം? ഖദ് ഖലത് മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പ് കഴിഞ്ഞു പോയവരാണ് സത്യനിഷേധത്തിൽ. മിനൽ ജിന്നി വൽ ഇൻസി, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ഇവരുടെ മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ മേൽ ഏതൊരു ശിക്ഷയുടെ വാക്കാണോ സ്ഥിരപ്പെട്ടത് അത് ഇവരുടെ മേലും സ്ഥിരപ്പെട്ടു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതക്കും അതിനുശേഷം വന്നിട്ടുള്ള ആദ് സമൂദ് ഗോത്രങ്ങൾ, അതേപോലെ തന്നെ ഫിറഔൻ സംഘം, ലൂത്ത് നബിയുടെ സമുദായം, ഇവർക്കൊക്കെ എന്താണോ വന്നു ഭവിച്ചത് അതേപോലെ ഇതാ ഇവർക്കും വന്നു ഭവിക്കാൻ ആയിരിക്കുന്നു. ഇവരും അവരെ പോലെ സത്യനിഷേധം കാണിച്ചിരിക്കുന്നു. അങ്ങനെ പൂർവികർ സത്യനിഷേധം കാണിച്ചപ്പോൾ അവർക്ക് എന്തെല്ലാം ശിക്ഷയുണ്ടായിട്ടുണ്ടോ തത്തുല്യമായത് ഇവർക്കും വരാൻ പോകുന്നു. ഇന്നഹും കാനു ഖാസിരീൻ, തീർച്ചയായും അവർ, ആ കഴിഞ്ഞുപോയ സമൂഹങ്ങൾ, ഖാസിരീൻ, വലിയ നഷ്ടക്കാരായിപ്പോയി. കാരണം എന്താണ് നഷ്ടത്തിൻ്റെ മാനദണ്ഡം?
അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ വലിയ നഷ്ടത്തിലാണ്. ആരൊഴികെ? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. അപ്പോൾ നഷ്ടം സംഭവിക്കുന്നത് എപ്പോഴാണ്? സത്യവിശ്വാസം സ്വീകരിക്കാതിരിക്കുമ്പോൾ, സൽക്കർമ്മം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ, ക്ഷമയില്ലാതിരിക്കുമ്പോൾ, സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കാതിരിക്കുമ്പോൾ അവിടെ നഷ്ടമുണ്ടാകുന്നു. അപ്പോൾ ഇവർ നഷ്ടക്കാരായി തീരാനുള്ള കാരണം സത്യവിശ്വാസവും സൽക്കർമ്മവും അതിലേക്കുള്ള നന്മയിലേക്കുള്ള ക്ഷണവും അവർ ഉപേക്ഷിച്ചതുകൊണ്ടാണ്. നമുക്ക് നഷ്ടം സംഭവിക്കാതിരിക്കാൻ നാം എന്ത് ചെയ്യണം? അപ്പോൾ സത്യവിശ്വാസം സ്വീകരിക്കണം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം, നന്മ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും അതിൽ ക്ഷമയോടുകൂടി നിലകൊള്ളുകയും വേണം. ഇപ്രകാരം വളരെ ബൃഹത്തായ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരായത്താണ് സൂറത്തു ഫുസ്സിലത്തിലെ 25-ാമത്തെ ആയത്ത്. ഈ ആയത്തിനെ ശരിയാം വിധം മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഇനി 26-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യനിഷേധികളുടെ മറ്റൊരു സ്വഭാവത്തെ സംബന്ധിച്ച് പറയുകയാണ്. അവർക്ക് ഇപ്രകാരമുള്ള ചീത്ത കൂട്ടുകെട്ട് ഈ ദുനിയാവിലുണ്ടാകാനുള്ള കാരണം, ദുനിയാവിൽ ഒരുപാട് നിന്ദ്യമായ ശിക്ഷകളും പരലോകത്ത് അതിനേക്കാൾ കഠിനമായ ശിക്ഷയുമെല്ലാം ലഭിക്കാനുള്ള കാരണം അവരിലുള്ള ഒരു ദുസ്വഭാവമാണ്. എന്താണത്? വഖാല അല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു. വഖാല അല്ലദീന കഫറു, കഫറ യക്ഫുറു കുഫ്റൻ വഹുവ കാഫിറുൻ. വഖാല അല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു. ലാ തസ്മഉ, ജനങ്ങളോട് പറഞ്ഞു. ലാ തസ്മഉ, നിങ്ങൾ കേൾക്കരുത്. സമിഅ യസ്മഉ സമഅൻ, സമിഅ എന്ന് പറഞ്ഞാൽ കേട്ടു. ലാ തസ്മഉ, നിങ്ങൾ കേൾക്കരുത്. ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത്. അഥവാ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതും വിശദീകരിക്കുന്നതും നിങ്ങൾ കേൾക്കരുത്. ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി. ഇനി അഥവാ ഖുർആൻ പാരായണം ചെയ്യുന്ന സദസ്സിൽ നിങ്ങൾ എത്തിപ്പെട്ടാൽ വൽഗൗ ഫീഹി, നിങ്ങളതിൽ ബഹളമുണ്ടാക്കണം, ലഘുവുണ്ടാക്കണം. ലഗ എന്ന് പറഞ്ഞാൽ വ്യർത്ഥമായി സംസാരിക്കുക, കൂക്ക് വിളിക്കുക, അനാവശ്യ ശബ്ദമുണ്ടാക്കുക, അതിനാണ് ലഘുവ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ലഘുവുണ്ടാക്കണം എന്നാണ് പറയുന്നത്. ലഗ യൽഗു ലഘുവൻ, ലഗ എന്ന് പറഞ്ഞാൽ വ്യർത്ഥമായ സംസാരങ്ങളും കൂക്കുവിളികളും ശബ്ദങ്ങളും ഉണ്ടാക്കുക. അപ്പോൾ ഇവർ പറയുന്നത് ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ ലാ തസ്മഉ, നിങ്ങൾ കേൾക്കരുത്. ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ കേൾക്കരുത്. അഥവാ കേൾക്കുന്ന വല്ല സദസ്സിലും എത്തിയാൽ തന്നെ എന്ത് ചെയ്യുക? വൽഗൗ ഫീഹി, ബഹളമുണ്ടാക്കുക, ശബ്ദമുണ്ടാക്കുക, ഒച്ചപ്പാടുണ്ടാക്കുക. ലഅല്ലക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തഗ്ലിബൂൻ, വിജയിക്കാൻ കഴിയും. ഗലബ എന്ന് പറഞ്ഞാൽ വിജയിക്കുക. ഗലബ യഗ്ലിബു ഗലബൻ, ഗലബ എന്ന് പറഞ്ഞാൽ വിജയിക്കുക. ലഅല്ലക്കും തഗ്ലിബൂൻ, നിങ്ങൾക്ക് വിജയിക്കാം ശബ്ദമുണ്ടാക്കിയാൽ എന്നാണ്. ബഹളമുണ്ടാക്കി ഖുർആൻ കേൾക്കാതിരുന്നാൽ നിങ്ങൾക്ക് വിജയിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആൻ അത് കേട്ടാൽ പിഴച്ചു പോകും, അതിൻ്റെ ആശയം മനസ്സിലാക്കിയാൽ തെറ്റിപ്പോകും. അതുകൊണ്ട് ഖുർആൻ കേൾക്കരുത്, ഇസ്ലാമിൻ്റെ ആദർശം മനസ്സിലാക്കാൻ ശ്രമിക്കരുത് എന്ന് സത്യനിഷേധികൾ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. ഇത് പൂർവികരായ പ്രവാചകന്മാരും അനുഭവിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അവരെ സംസ്കരിച്ചപ്പോൾ സംസ്കരണം ലക്ഷ്യമാക്കാത്ത ആളുകൾ ബഹളം വെക്കാൻ വേണ്ടി പറയുകയായിരുന്നു ചെയ്തിരുന്നത്. നമുക്കറിയാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ ശുദ്ധീകരിച്ചത് എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് വയുസക്കീഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തസ്കിയത്തുണ്ടാക്കിയത്, അവരെ ശുദ്ധീകരിച്ചത് ഖുർആൻ ഓതി കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഖുർആൻ കേട്ടാൽ ആളുകൾ നന്നാവും, അവർ തൗഹീദ് സ്വീകരിക്കും, തിന്മകളിൽ നിന്ന് മാറി നിൽക്കും. അങ്ങനെയാണ് മക്കയിലുള്ള ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ സത്യനിഷേധത്തിൻ്റെ നേതൃത്വം, സത്യനിഷേധികളായ ആളുകൾ ഖുർആനിനെ അതിജയിക്കാനും സത്യത്തെ അതിജയിക്കാനും കണ്ടെത്തിയ മാർഗം എന്താണ്? ശ്രദ്ധിക്കുക. വഖാല അല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു. ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത്. വൽഗൗ ഫീഹി, നിങ്ങളതിൽ ലഘുവുണ്ടാക്കണം, ബഹളമുണ്ടാക്കണം, ശബ്ദമുണ്ടാക്കണം. ലഅല്ലക്കും തഗ്ലിബൂൻ, എങ്കിൽ നിങ്ങൾക്ക്
വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, ഖാല മുജാഹിദുൻ, ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, വൽ ഗൗഫി, നിങ്ങളതിൽ ലഘുവുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ യഅനി ബിൽ മുക്കാഇ വസ്സഫീരി വത്തഖ്ലീത്തി, കളിയാക്കുക, ചൂളം വിളിക്കുക, ബഹളമുണ്ടാക്കുക, തഖ്ലീത്ത് ശബ്ദം കൂടിക്കലർത്തി ആളുകൾക്ക് ഖുർആൻ മനസ്സിലാവാത്ത രൂപത്തിൽ, വത്തഖ്ലീത്ത് ഫിൽ മൻതിഖി, സംസാരിക്കുമ്പോൾ ബഹളമുണ്ടാക്കുക, അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ഖുർആൻ ഓതുമ്പോൾ, ഇദാ ഖറഅൽ ഖുർആന ഖുറൈശുൻ തഫ്അലുഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ ഖുറൈശികൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. കാരണം അവർ പരസ്പരം ഉപദേശിച്ചു, എന്താണ്, നിങ്ങൾ ഖുർആൻ കേൾക്കരുത്. കാരണം നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അതുല്യമായ ശൈലിയും അതിൻ്റെ അതുല്യമായ പാരായണ രീതിയും അതിനേക്കാളെല്ലാം ഉപരി അതിലടങ്ങിയിട്ടുള്ള അതിബൃഹത്തായ ആശയങ്ങളും മനുഷ്യഹൃദയങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ടാണ് അബൂജഹൽ അടക്കമുള്ള പകൽ വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരസ്യമായി നിഷേധിക്കുകയും നിന്ദിക്കുകയും ചെയ്തിരുന്ന ആളുകൾ പോലും പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കേൾക്കാൻ മറ്റുള്ളവർ കാണാതെ ഒളിച്ചു വന്നിരുന്നു എന്നാണ്. അത്രക്ക് മനോഹാരിതയായിരുന്നു പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിനും അതിലടങ്ങിയ ആശയങ്ങളുടെ വ്യക്തതക്കും. അതുകൊണ്ട് തന്നെ അവർ ഒളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ കേൾക്കാൻ ശ്രമിച്ചിരുന്നു. പരിശുദ്ധ ഖുർആനിനെ വിമർശിക്കുവാനും പ്രവാചകനെ ചീത്ത പറയുവാനും വേണ്ടി വന്ന പല ആളുകളും പ്രവാചകൻ്റെ അടുക്കലെത്തിയാൽ പരിശുദ്ധ ഖുർആൻ കേട്ടുകഴിഞ്ഞാൽ പിന്നെ മുസ്ലിമീങ്ങളായിട്ടാണ് തിരിച്ചു പോയിട്ടുള്ളത്. അല്ലെങ്കിൽ അവരുടെ മനസ്സുകളിൽ ഏതെങ്കിലും നിലക്കുള്ള സ്വാധീനമുണ്ടായി അവർ വന്ന വിഷയം മുഴുമിക്കാതെ എഴുന്നേറ്റ് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത്രമാത്രം സ്വാധീനമാണ് പരിശുദ്ധ ഖുർആനിനുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്താൽ ജനങ്ങൾ നന്മയിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ എന്നും പരിശുദ്ധ ഖുർആൻ പഠിക്കാതിരിക്കാനും മനസ്സിലാക്കാതിരിക്കുവാനും ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാകുന്നു. അതുകൊണ്ടാണ് സത്യവിശ്വാസികൾക്ക് അത്തരം സ്വഭാവമുണ്ടാവാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം. സൂറത്തുൽ അറാഫിലെ 204 ആയത്തിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദാ ഖുരിഅൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ, ഫസ്തമിഉ ലഹു, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം, വ അൻസിതു, മിണ്ടാതിരിക്കുകയും വേണം, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചേക്കാം. അപ്പോൾ സത്യനിഷേധികൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ രണ്ട് കാര്യത്തിനും ഓപ്പോസിറ്റാണ് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്. ഒന്നവർ പറഞ്ഞത് ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ കേൾക്കരുത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ഫസ്തമിഉ ലഹു, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ടാമത് അവർ പറഞ്ഞു വൽഗൗ ഫീഹി, നിങ്ങൾ ബഹളമുണ്ടാക്കണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വ അൻസിതു, നിങ്ങൾ മിണ്ടാതിരിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കലും മിണ്ടാതിരിക്കലുമൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനുള്ള മാർഗമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. വിശ്വാസികൾ ഒരിക്കലും തന്നെ ഖുർആനിനെതിരെ ശബ്ദമുണ്ടാക്കാനോ അതിനെതിരിൽ ബഹളമുണ്ടാക്കുവാനോ പാടില്ലാത്തതാണ് എന്നുകൂടി സാന്ദർഭികമായി ഈ ആയത്തുകളുടെ തഫ്സീറുകൾ പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്-സഅദി റഹിമഹുല്ലാ വളരെ ശ്രദ്ധേയമായൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായൊരു പോയിന്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് فإنهم لم يحكموا بغلبتهم لمن جاء بالحق إلا في حال الإعراض عنه والتواصي بذلك ومفهوم كلامهم أنهم إن لم يلغوا فيه بل استمعوا إليه وألقوا أذهانهم أنهم لا يغلبون فإن الحق غالب غير مغلوب يعرف هذا أصحاب الحق وأعداؤه. അദ്ദേഹം പറയുന്നത് സത്യനിഷേധികൾ തന്നെ സമ്മതിച്ചൊരു കാര്യമാണെന്ത്? അവർക്ക് വിജയിക്കണമെങ്കിൽ ഖുർആൻ കേൾക്കാതിരിക്കണം, ഖുർആനിനെ അവഗണിക്കണം, ഖുർആൻ പാരായണം ചെയ്യുന്നത് ആളുകൾ ശ്രദ്ധിക്കാതിരിക്കണം, അവിടെ ബഹളമുണ്ടാക്കണം, എന്നാലേ വിജയിക്കൂ എന്ന് അവർ തന്നെ സ്വയം മനസ്സിലാക്കിയിരുന്നു. ഇല്ലെങ്കിൽ ശരിക്കും അവരെന്താണ് വേണ്ടത്? നിങ്ങൾ കേട്ടോളൂ, ഖുർആൻ കേട്ടോളൂ, കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് അബദ്ധമാണ്, അത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ കേട്ടോളൂ, ഖുർആനിലെ ആശയങ്ങൾ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കൂ, ഞങ്ങളതിന് നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരാം, ഖുർആനിലെ ഓരോ കാര്യങ്ങൾക്കും ഞങ്ങൾ കൃത്യമായ മറുപടി പറയാം, അങ്ങനെ ഖുർആൻ തെറ്റാണെന്ന് ഞങ്ങൾക്ക് സ്ഥാപിക്കാം എന്നവർക്ക് പറയാൻ കഴിഞ്ഞില്ല. കാരണം അവർക്കറിയാമായിരുന്നു അത് സാധ്യമല്ല എന്ന്. അപ്പോൾ പിന്നെ വിജയിക്കാനുള്ള മാർഗം എന്താണ്? ഖുർആൻ കേൾക്കാതിരിക്കുക. അങ്ങനെയാണ് അവർ വിജയിക്കാമെന്ന് പറഞ്ഞത്.
അല്ലെങ്കിൽ ബഹളമുണ്ടാക്കി ഖുർആൻ കേൾക്കുന്നതിൽ നിന്ന് തടസ്സമുണ്ടാക്കുക. ഇങ്ങനെ ഖുർആൻ കേൾക്കാതിരുന്നാൽ കിട്ടുന്ന വിജയം, ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി ബഹളമുണ്ടാക്കിയാൽ ഉണ്ടാകുന്ന വിജയം, ഇങ്ങനെ വിജയിക്കാനേ തങ്ങൾക്ക് കഴിയൂ എന്നവർ സ്വയം തിരിച്ചറിഞ്ഞിരുന്നു. അതവരുടെ ഏറ്റവും വലിയ പരാജയമാണ്. ഇല്ലെങ്കിൽ അവരെന്ത് പറയണം? നിങ്ങൾ കേട്ടോളൂ, കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് തെറ്റാണെന്ന്. ഇത് നിങ്ങളുടെ മനസ്സിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കുകയില്ല. ഇത് മുഹമ്മദ് കെട്ടിച്ചമച്ച് പറഞ്ഞതാണ്, ഇത് മാരണമാണ്, ഇത് കവിതയാണ്, ഇതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല എന്നവർക്ക് പറയാമായിരുന്നു. പക്ഷേ മാരണമാണെന്നും കവിതയാണെന്നും എല്ലാം പറഞ്ഞിട്ടും അവർക്ക് എന്ത് പറയേണ്ടി വന്നു? നിങ്ങളാരും ഖുർആൻ കേൾക്കരുത്, ബഹളമുണ്ടാക്കണം, എങ്കിൽ വിജയിക്കാം എന്ന് പറയുന്നൊരു ഗതികേടിലേക്ക് അവരെത്തുകയുണ്ടായി. അതേ ബഹളം ഇന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും നമ്മൾ മനസ്സിലാക്കുക, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ബഹളമുണ്ടാക്കുക എന്നതിന് രണ്ട് നിലക്കതിനെ അർത്ഥം മനസ്സിലാക്കണം. ഒന്ന്, നേർക്ക് നേരെ പാരായണം ചെയ്യുമ്പോൾ ബഹളമുണ്ടാക്കി കേൾക്കാതിരിക്കുക, അതേപോലെ തന്നെ മറ്റുള്ളവരെ കേൾപ്പിക്കാതിരിക്കുക. രണ്ടാമത്തത്, ഖുർആനിനെതിരെ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഖുർആനിൽ നിന്ന് സമൂഹത്തെ തടയുക. ഇതും ഖുർആനിനെതിരിൽ ഉണ്ടാക്കുന്ന ബഹളമാണ്. ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. പരിശുദ്ധ ഖുർആൻ തീവ്രവാദമാണ്, ഖുർആനിൽ ഭീകരവാദമുണ്ട്, ഖുർആനിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കുക. വാർത്താ വിനിമയ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുക. യഥാർത്ഥത്തിലും അതും ഒരു ബഹളമുണ്ടാക്കലാണ്. അത് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും വേറെ ഏത് മാധ്യമങ്ങളിലൂടെയാകട്ടെ, ഖുർആനിനെതിരിലുള്ള നിരന്തരമായ സംസാരം യഥാർത്ഥത്തിൽ ബഹളമുണ്ടാക്കലാണ്. ഈ വിമർശകന്മാരായ മഹാഭൂരിപക്ഷം ആളുകളും സത്യത്തിൽ ഖുർആൻ പാരായണം ചെയ്യാത്തവരാണ്. അവർ യഥാർത്ഥത്തിൽ മനസ്സിരുത്തി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നെങ്കിൽ അവർക്ക് ഹക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു, അതവരിൽ സ്വാധീനമുണ്ടാക്കുമായിരുന്നു. എന്നാൽ ലോകത്തിലുള്ള മഹാഭൂരിപക്ഷം ആളുകളും അവർ ഖുർആനിനെതിരിൽ സംസാരിക്കുമ്പോഴും ആരൊക്കെയോ പറഞ്ഞു കേട്ടത് എന്നതിനപ്പുറത്ത് അവർ ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല. ഇനി ഖുർആനിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ലോകത്ത് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരും ഈ ആളുകളുടെ ബഹളം കേട്ടിട്ട് ഖുർആൻ ഓതി നോക്കാത്തവരാണ്. എന്നാൽ ആ ബഹളം മാറ്റിവെച്ച് ഇവരൊന്ന് ഖുർആൻ ഓതിയിരുന്നെങ്കിൽ ഖുർആനിനെതിരിൽ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് സമൂഹത്തിന് തെളിയുമായിരുന്നു. അപ്പോൾ ഈ ബഹളമുണ്ടാക്കൽ അന്നുമുണ്ട് ഇന്നുമുണ്ട്. അത് ഖുർആൻ ഓതുമ്പോൾ കൂക്ക് വിളിച്ചാണെങ്കിലും ശരി, ഖുർആനിനെതിരിൽ ആരോപണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണെങ്കിലും ശരി, രണ്ടും ബഹളമുണ്ടാക്കലാണ്. ഈ ബഹളമുണ്ടാക്കലിൽ ആരെങ്കിലും പെട്ടുപോയാൽ, ഈ ആളുകളുടെ തെറ്റിദ്ധരിപ്പിക്കലുകളിൽ ആരെങ്കിലും വീണുപോയാൽ അവർ നഷ്ടപ്പെടുത്തുന്നത് ഏറ്റവും വലിയ ഖൈറാണ്, ഏറ്റവും വലിയ നന്മയാണ് അവർ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ പാരായണം ചെയ്യുമ്പോൾ ബഹളമുണ്ടാക്കിയാണെങ്കിലും ഖുർആനിനെതിരിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടാണെങ്കിലും ഒരു വലിയ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ജനങ്ങൾ അകറ്റലാണ്. കാരണം അത് ജനങ്ങൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയാൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്നവർക്കറിയാം. സത്യനിഷേധികൾക്കറിയാം, ആളുകൾ ഖുർആൻ പഠിച്ചാൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. അപ്പോൾ വിജയം എങ്ങനെ? ബഹളമുണ്ടാക്കിക്കൊണ്ടും ഖുർആനിൽ നിന്ന് അകന്നുകൊണ്ടും. അത് തന്നെ അവരുടെ ഏറ്റവും വലിയ പരാജയമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. വഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്, വൽഗൗ ഫീഹി, നിങ്ങൾ ബഹളമുണ്ടാക്കണം, എങ്കിൽ ലഅല്ലക്കും തഗ്ലിബൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. അപ്രകാരം സ്വയം നന്മയിൽ നിന്ന് മാറുകയും മറ്റുള്ളവരെ തടയുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് 27-ാമത്തെ ആയത്തിൽ, ഫലനുദീഖന്നല്ലദീന കഫറു അദാബൻ ശദീദ, അങ്ങനെയുള്ള ആ സത്യനിഷേധികൾക്ക് നാം അതികഠിനമായ ശിക്ഷ ആസ്വദിപ്പിക്കുന്നതാണ്. അദാഖ യുദീഖു ഇദാഖതൻ, അദാഖ എന്ന് പറഞ്ഞാൽ ദൗഖ് ഉണ്ടാക്കുക, ആസ്വദിപ്പിക്കുക. അദാഖ യുദീഖു ഇദാഖതൻ, ഫലനുദീഖന്ന, നാം ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. ഫലനുദീഖന്ന, നാം ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. ആരെ? അല്ലദീന കഫറു, ആ സത്യനിഷേധികളെ. നേരത്തെ പറഞ്ഞ വഖാലല്ലദീന കഫറു, ഖുർആനിനെതിരിൽ സംസാരിക്കുന്ന ആളുകളെ, അവർക്കുള്ള താക്കീതാണിത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിനെ സംരക്ഷിച്ചുകൊണ്ടും ഖുർആനിൻ്റെ അനുയായികൾക്കുള്ള സന്തോഷവാർത്തയായിക്കൊണ്ടും ഖുർആനിനെതിരിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള താക്കീതുമാണ് 27-ാമത്തെ ആയത്ത്. ഫലനുദീഖന്നല്ലദീന കഫറു, സത്യനിഷേധികളെ നാം ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. അദാബൻ ശദീദ, അതികഠിനമായ ശിക്ഷ. വലനജ്സിയന്നഹും,
വലനജ്സിയന്നഹും, ജസാ യജ്സി, ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകുക. വലനജ്സിയന്നഹും, തീർച്ചയായും അവർക്ക് നാം പ്രതിഫലം നൽകും, ജസാ നൽകും. ഒരു കർമ്മത്തിൻ്റെ ഫലത്തിനാണ് പ്രതിഫലം എന്ന് പറയുക. എങ്ങനെയുള്ള പ്രതിഫലം? അസ്വ അല്ലദീ, ഏറ്റവും മോശമായത്. അസ്വ എന്ന് പറഞ്ഞാൽ സൂഇൻ്റെ ഏറ്റവും മോശമായ അവസ്ഥക്കാണ് അസ്വ എന്ന് പറയാം. ഏറ്റവും മോശമായ, അല്ലദീ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഏറ്റവും മോശമായ കാര്യത്തിന് നാം അവർക്ക് പ്രതിഫലം നൽകുന്നതാണ്. അല്ലദീന കാനൂ, അവരായിരുന്നു, യഅമലൂൻ, പ്രവർത്തിക്കുന്നവർ. അമില യഅമലു അമലൻ. അപ്പോൾ അവർ പ്രവർത്തിച്ച ഏറ്റവും മോശമായ കാര്യത്തിന് നാം അവർക്ക് തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അമലിൻ്റെ സ്വഭാവമനുസരിച്ചാണ് പ്രതിഫലം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഖുർആനിനെതിരിൽ ബഹളമുണ്ടാക്കുകയും തെറ്റായത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ, അങ്ങനെ വിജയിക്കാമെന്ന് കരുതുന്നവർക്ക് ഫലനുദീഖന്നല്ലദീന കഫറു അദാബൻ ശദീദ, അതികഠിനമായ ശിക്ഷ ഈ ലോകത്തും മഹ്ശറിലും ബർസഖിലും എല്ലായിടത്തും അതികഠിനമായ ശിക്ഷ അവർക്കുണ്ട്. വലനജ്സിയന്നഹും, നാം അവർക്ക് പ്രതിഫലം നൽകും, അസ്വ അല്ലദീ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച ഏറ്റവും മോശമായ പ്രവർത്തനം എന്നാണ്. ഇവിടെ ഏറ്റവും മോശമായ പ്രവർത്തനം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ. ഏതാണ് ആ മോശമായ പ്രവർത്തനം? തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞ കാര്യമാണ്. പരിശുദ്ധ ഖുർആനിനെതിരിൽ ബഹളമുണ്ടാക്കൽ, ഖുർആനിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ച് കളയൽ, ഖുർആനിൽ നിന്ന് ആളുകളെ തടഞ്ഞു നിർത്തൽ, ഇതൊക്കെ ഏറ്റവും മോശമായ പ്രവർത്തനമാണ് എന്നാണ്. അപ്പോൾ ഈ ആയത്തിനെ തൊട്ടു മുമ്പുള്ള ആയത്തിലേക്ക് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് പരിശുദ്ധ ഖുർആനിനെതിരിലുള്ള സംസാരം. കാരണം നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അൽ ഖുർആനു കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ. അതിലെ ഓരോ ആയത്തുകളും ഓരോ ഹർഫുകളും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫാത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ സിഫാത്തിൽപ്പെട്ടതാണ്. ഖുർആനിനെ നിഷേധിക്കുന്നവർ അക്ഷരാർത്ഥത്തിൽ അള്ളാഹുവിനെയും അവൻ്റെ സിഫാത്തുകളെയും നിഷേധിക്കുന്നവരാണ്. ആ പരിശുദ്ധ ഖുർആൻ അതിനെ പരിഹസിക്കലും അതിനെ കളിയാക്കലുമെല്ലാം അള്ളാഹുവിനെ പരിഹസിക്കലും കളിയാക്കലുമാണ്. അതിനെ കുറച്ച് കാണിക്കൽ അള്ളാഹുവിനെ കുറച്ച് കാണിക്കലാണ്. അതിൽ മോശമായതാണ് ഉള്ളത് എന്ന് പറയൽ അള്ളാഹുവിനെതിരിലുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ അവരെ അള്ളാഹുവിൻ്റെ ശത്രുക്കളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്കത് വിശദീകരിക്കാം. അവരെ അള്ളാഹുവിൻ്റെ ശത്രുക്കളായിട്ടാണ് വിശേഷിപ്പിച്ചത്. കാരണം അവർ പരിശുദ്ധ ഖുർആനിൻ്റെ ശത്രുക്കളാണ്, അവർ അള്ളാഹുവിൻ്റെ ശത്രുക്കളാണ്. അതുകൊണ്ട് ഖുർആനിനെതിരെ അതിലില്ലാത്തത് നിരന്തരം പ്രചരിപ്പിക്കുക. എന്നാൽ അവർ സ്വയം ഖുർആൻ പാരായണം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല. മറ്റുള്ളവർ നോക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് നോക്കാതിരിക്കുകയാണ്. അങ്ങനെ തെറ്റിദ്ധരിച്ചും തെറ്റിദ്ധരിപ്പിച്ചും കൊണ്ട് ജീവിക്കുന്നു, ഖുർആൻ പഠിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അതികഠിനമായ ശിക്ഷ. കാരണം അത് ഏറ്റവും മോശമായ പണിയാണ്. അതേപോലെ തന്നെ സമൂഹത്തോട് നമുക്ക് പറയാനുള്ളത് അതാണ്. നിങ്ങൾ ഖുർആൻ പഠിക്കുക, നിങ്ങളൊന്ന് വിലയിരുത്തുക, സ്വയം ഒന്ന് വിലയിരുത്തുക. മറ്റുള്ളവർ പറയുന്ന ആരോപണങ്ങൾ കട്ടുമുറിച്ചെടുത്തതും സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയതും സ്വന്തം വക വ്യാഖ്യാനിച്ചും ആളുകൾ പ്രചരിപ്പിക്കുമ്പോൾ അത് അപ്പടി വിശ്വസിച്ച് ഖുർആൻ പഠിക്കാതിരുന്നാൽ അതികഠിനമായ ശിക്ഷയാണ് സമൂഹത്തെ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള വഞ്ചനകളിൽ അകപ്പെടാതെ ഒന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മത്തായി നൽകിയതാണ് ഖുർആൻ. ഖുർആനിൽ കാരുണ്യമാണുള്ളത്, ഭീകരതയല്ല ഉള്ളത്. ഹുദൻ വറഹ്മ, പരിശുദ്ധ ഖുർആൻ മാർഗദർശനവും കാരുണ്യവുമാണ്, ഭീകരതയല്ല. അതിൽ ആ നിലക്കുള്ള ഒന്നും നിങ്ങൾക്ക് കാണുക സാധ്യമല്ല. പക്ഷേ അത് റഹ്മത്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കണം. ഇല്ലെങ്കിൽ അതികഠിനമായ ശിക്ഷയാണ് അവർക്കുള്ളത് എന്ന് 27-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നു. ഫലനുദീഖന്നല്ലദീന കഫറു അദാബൻ ശദീദ, സത്യനിഷേധികളായ ആ ആളുകൾക്ക് അതികഠിനമായ ശിക്ഷ നാം ആസ്വദിപ്പിക്കുന്നതാണ്. വലനജ്സിയന്നഹും അസ്വ അല്ലദീ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച ആ ഏറ്റവും മോശമായ പ്രവർത്തനത്തിന് തത്തുല്യമായ പ്രതിഫലം നാം അവർക്ക് നൽകുകയും ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും പരിശുദ്ധ ഖുർആൻ കേൾക്കുകയും അത് ശ്രദ്ധിച്ച് കേൾക്കുകയും അതിലുള്ള ആശയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ശേഷം അത് ജീവിതത്തിൽ പരിപൂർണമായി പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സത്യനിഷേധികളായ ആളുകൾ പ്രചരിപ്പിക്കുന്ന ഖുർആനിനെതിരിൽ പ്രചരിപ്പിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും ഷർറുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.
സത്യം മനസ്സിലാക്കുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.